ഇന്നൊരു ദിവസത്തെ ഉച്ചത്തെ ഫുഡ് ഡെലിവറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സമയം 12:15. ഫസ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ. അടിച്ചു മോനെ, ഫസ്റ്റ് ഓർഡർ ഒരു ബിരിയാണി. ഇപ്പോൾ പോകുന്ന കസ്റ്റമർക്ക് കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണിയിൽ മസാല കുറവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മസാലയെല്ലാം വെച്ച് അടിപൊളി സെറ്റാക്കിയിട്ട് പറഞ്ഞ് കൊടുത്തു ആദ്യത്തെ ഓർഡർ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബിരിയാണി വ്യാപാരി വിജയത്തിക്കായിരുന്നു. ഇവർ ഞാൻ എത്ര ഫുഡ് കൊണ്ടുവരാൻ വൈകിയാലും എന്നെ ഒന്നും പറയില്ല, ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് എനിക്കിഷ്ടം. നെക്സ്റ്റ് ഓർഡർ എൻ്റെ നാട്ടുകാരെ അമല വിളിച്ചായിരുന്നു. 6 ചപ്പാത്തി, ഒരു ഗ്രീൻ പീസ്, ഒരു ഡബിൾ ഓംപ്ലേറ്റ്. അവന് വീഡിയോയിൽ കാണിക്കേണ്ടെന്ന്. എന്നാൽ പിന്നെ നിന്നെ കാണിച്ചിട്ട് തന്നെ ഇരിക്കോടാ. അത് കഴിഞ്ഞ് നേരെ വിട്ടത് വേണൂസിക്ക്. ഇവർ പാർട്ടായിട്ടേ വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് വിളിക്കുമ്പോൾ തന്നെ ഇവർക്ക് പെട്ടെന്ന് കൊണ്ടു കൊടുക്കണം. ഫുഡ് എത്താൻ വൈകുന്നതിന് കട്ടക്കലിപ്പിലായിരുന്നു വൃന്ദാ ശിവരാജൻ. 6 പൊറോട്ട, ഒരു ബീഫ് കറി, ഒരു ചിക്കൻ കറി. എല്ലാ ശനിയാഴ്ച ഇവർ ഞങ്ങളുടെ നിന്ന് ഓർഡർ ചെയ്യും. ഇന്നത്തെ എൻ്റെ ഡെലിവറിക്ക് കൂടെ ഉണ്ടായിരുന്നത് ശ്രീകുട്ടനാണ്. ശ്രീകുട്ടൻ എൻ്റെ അമ്മേൻ്റെ മോനാണ്. തരം കിട്ടി അവൻ എന്നെ കളിയാക്കും, ഞാൻ അവനെ കളിയാക്കും, ഇടയ്ക്ക് അടിയും കൂടും. ഇതാണ് ഞങ്ങൾ പതിവ്. KM തിയേറ്ററിൽ പുലിമുരുകൻ സിനിമയ്ക്ക് ടിക്കറ്റിന് വേണ്ടി ഇവിടെ കിടന്ന് അടികൂടിയത് എൻ്റെ പൊന്നോ, ആലോചിക്കാൻ കൂടി വയ്യ. ഒരു ബിരിയാണി കൊണ്ടുവരുമാ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെപ്പോഴും ഞങ്ങൾ വിളിക്കാറുള്ളത്. വീടെടുക്കേണ്ടി പറയുമ്പോൾ തന്നെ ആ ബോക്സിനുള്ളിൽ കയറി 2 പേര് വിളിച്ചിരുന്നു. തിരിച്ചു നോക്കി ഈ സുന്ദരിക്കുട്ടി ഞങ്ങളെ തന്നെ നോക്കി ഒരേ ചിരി. ജോലി ചെയ്യുന്ന സ്ഥലം മാറിയാലും കഴിക്കുന്ന ഭക്ഷണം മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത കസ്റ്റമർ. ഇവർ ഞങ്ങൾ നല്ലൊരു ഗുഡ് കസ്റ്റമറാണ്. അപ്പോൾ ഇന്നത്തെ ഡെലിവറി ഇത്രയേ ഉള്ളൂ. പോകുന്ന വഴിക്ക് 2 ഫോളോവറെ കാണാൻ പറ്റി. വീഡിയോസൊക്കെ കാണാറുണ്ട്, അടിപൊളിയായിട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷം.